ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമല്ലേ? മഴയൊക്കെ അല്ലേ? എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ രാവിലെ എണീറ്റുള്ള വിശേഷങ്ങളാണ്. നമ്മുടെ പുതിയ വാടക വീട്ടിൽ ഇപ്പോൾ രാവിലെ എണീറ്റ് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാപ്പിയാണെങ്കിൽ നല്ല ഉറക്കമാണ്. 2 ദിവസത്തെ ചേർത്താണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മഴയും ഇതൊക്കെ ആയി പാപ്പി സ്കൂളിൽ പോകുന്നതൊക്കെ കാണണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഇത്തിരി സമയം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ വന്നൊന്ന് സെറ്റ് ആവണമല്ലോ. അതുകൊണ്ടാണ് രാവിലെ എണീറ്റ് വെള്ളമൊക്കെ ചൂടാക്കിയത്. ആ ചോറ് ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉച്ചക്കലേക്ക് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല വെള്ളത്തിലിട്ടുണ്ട് വേഗം വെച്ചിട്ടുണ്ട് ഉപ്പേരിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കണം. പുറത്താണെങ്കിൽ ഇപ്പോഴും നല്ല മഴയാണ്. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയാണ്. രോഷി ഉറങ്ങി എണീറ്റില്ല. രോഷിയും പാപ്പിയും ഒക്കെ നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ പാപ്പി തണുപ്പായപ്പോൾ മൂടി പൊതച്ച് സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ഒരു 12 മണിയൊക്കെ ആവുകൊണ്ട് ഇപ്പോൾ ഉറങ്ങി എണീക്കാൻ ആൾ തണുപ്പായത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നേരത്തെ എണീക്കണതാണ്. രോഷിയാണെങ്കിൽ പണ്ടത്തെ പോലെ സോഫയിൽ തന്നെയാണ് കിടപ്പ്. പാപ്പിൻ്റെ അടുത്ത് കിടന്ന പാപ്പി അപ്പം തന്നെ പിടിച്ച് വലിച്ച് താഴെയിടും. പിന്നെ അതുകൊണ്ട് അവൾ സോഫയിലാണ് കിടക്കുന്നത്. ഇവിടെയാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. എവിടെയാണ് ഇരിക്കണമെന്ന് കുറേ പേര് ചോദിച്ചു. കുമ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്, ചാലക്കുടിയിൽ. അപ്പോൾ നല്ല വെയിലല്ല മഴയാണ്. ചെറിയ വെയിലും ഉണ്ട് മഴയുണ്ട്. വെയിലും മഴയും കൂടി ഒരുമിച്ച് വരണമെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയൊക്കെയാണ് ഇപ്പോൾ. എന്തായാലും നമ്മളെവിടെയാണെങ്കിലും നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക, സന്തോഷത്തോടെ പോവുക. അത് തന്നെയല്ലേ നല്ലത് അല്ലേ? നമ്മുടെ പാപ്പി 11:30 ഉറങ്ങി എണീറ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് രോഷി 11 മണിക്ക് ഉറങ്ങി എണീറ്റ് പല്ല് തേച്ചിട്ട് എന്താണ് ഹോംവർക്കാണ് അല്ല നോട്ട് ചെയ്തിട്ടുണ്ട്. ഹോംവർക്കാണ് ചോദിച്ചപ്പോൾ പിന്നെ എന്ന് പറയണം. ഹോംവർക്ക് ചെയ്യാൻ ഞാൻ എന്താ കുട്ടിയാണ്, ഞാൻ +1 നോട്ട് എഴുതാണ്. നോട്ട് അതാ സ്ഥിരം ഏറ് തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ പോകണ്ടേ പാപ്പി? പല്ല് തേക്കാ? പല്ല് തേച്ച് സ്കൂളിൽ പോകണ്ടേ? കുളിച്ച് പല്ല് തേച്ച് കുളിച്ച് പാപ്പം കഴിച്ച് സ്കൂളിൽ പോകണ്ടേ? 11:30 ആയിന്ന് ഉറങ്ങി എണീക്കാൻ. അപ്പോൾ 12 മണിക്ക് പോവാ, എന്നിട്ട് 1 മണിക്ക് വരാം. ശരി പറ, ഓക്കെ പറയേ. എന്താ ചിന്തിക്കണം, എന്താ ചെയ്യണ പാപ്പി കുഞ്ഞേ? അങ്ങനെ നമ്മുടെ രോഷി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. കടലുപ്പേരി കാണിച്ചു കൊടുക്കും രോഷി. അപ്പോൾ രോഷി ഇതാ സ്പൂൺ എടുക്കായിരുന്നില്ലേ? കടലുപ്പേരി ഉണ്ടായിരുന്നു, കണ്ടില്ല. അപ്പോൾ ഉപ്പേരി വെച്ചു. നല്ല ചോറുണ്ടായിരുന്നു. അത് മിഞ്ഞാന്ന് കടല വെള്ളത്തിലിടാൻ പറഞ്ഞു. വന്നന്നേക്ക് ഇടാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രോഷി കുറച്ച് കടലെടുത്ത് വെള്ളത്തിലിട്ട് രാവിലെ കറി വയ്ക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഒരു പാത്രം നിറയെ. ആ കൂടി ഉള്ളത് പാപ്പിനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. അവൾക്ക് ഇഷ്ടമായാൽ മാത്രം അവൾ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ല. നോക്കുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ട് പകുതി കറി വെച്ചു. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ് ഇന്നേക്ക് അതിനെ ഉപ്പേരി വെച്ചു. ഞാനന്ന് കറി വെച്ചു, ഇന്ന് ഉപ്പേരി വെച്ചു. അപ്പോൾ രോഷി ദോശ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദോശ അങ്ങനെ ആയിട്ട് നീ കഴിച്ചതാ രോഷിൻ്റെ ദോശ. സെറ്റ്. നമ്മുടെ പാപ്പി അവിടെ ഇങ്ങനെ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പാപ്പി കുഞ്ഞേ, പാപ്പി ഹലോ പറ. ഹലോ പറയോ, ഹായ് പറയോ പാപ്പി? അയ്യേ, ഇതെന്താ അത്? ആന്നാ പഠിച്ചു ഉണ്ണി സ്കൂളിൽ പോയിട്ട്? ആന്ന് പഠിച്ചു പാപ്പി. ഭയങ്കര സന്തോഷമുണ്ട്. പോയി ഒരു വാശിയൊന്നും കാണിക്കാതെ ഇരിക്കുന്നുണ്ടല്ലോ. പഠിക്കണത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അത്രയും സമയം നമ്മളെ കാണാതിരിക്കണം. ഞാൻ പേടിച്ചൊരു കാര്യമാണ്. ഇവിടെ പോയാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ, ഇവിടെ ഇരിക്കുമോ എന്നൊന്നും അറിയില്ല.
എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. അവൻ്റെ എനിക്ക് വിടാൻ തന്നെ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊണ്ട് വിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ വന്നപ്പോൾ സുഖമായി ഇരുന്ന് കളിക്കണം. പക്ഷേ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ ഷോളും കൊണ്ട് പോകും. പക്ഷേ ഷോൾ വീശലൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. അധിക സമയം ഷോൾ വീശി കളിച്ചുകൊണ്ടിരിക്കണില്ല. വല്ലപ്പോഴും ഇത്തിരി നേരം വീശി കളിക്കും, പിന്നെ അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവും. എന്നുവെച്ചാൽ ഒറ്റയടിക്ക് ഒരു ശീലം മാറ്റിയെടുക്കുക പറയുന്നത് നമുക്ക് കഷ്ടമുള്ള കാര്യമാണല്ലോ. അത് ചെയ്യാൻ പറ്റില്ല, അത് അവളെ ബാധിക്കും. അതുകൊണ്ട് കണ്ടാകും സുന്ദരിയാണത്, അമ്മൻ്റെ പൊന്നുണ്ണിയാണ്. അമ്മൻ്റെ കുഞ്ഞുണ്ണിയാണത്. ഉമ്പോ അന്ന് സ്കൂളിലൊക്കെ പോയി അന്ന് നല്ല മഴയും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ അവൾ സ്കൂളിൽ പോകണമെന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവൾ ഉറങ്ങി എണീറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബെഡ്റൂമാണ് കേട്ടോ. നല്ല സൗകര്യമുള്ള വീടൊക്കെ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക, നല്ല സൗകര്യമുള്ള വീടാണ്. അപ്പോൾ കാലൊക്കെ ഇങ്ങനെ നിവർത്തി കാണിച്ചു തരികയാണ്, കാല് ഒഴിഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റതും തണുപ്പല്ലേ അതുകൊണ്ടായിരിക്കും. അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, കാലിങ്ങനെ നീട്ടി വെച്ച് തരുന്നുണ്ട്. കണ്ടോ, കാലിൻ്റെ വളവൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കമ്മിയായി വരുന്നുണ്ട്. മുട്ടിൻ്റെ അവിടുത്തെ വളവൊക്കെ ഒന്ന് കമ്മിയായി വരുന്നുണ്ട് ആളിൻ്റെ. അല്ലെങ്കിൽ ഇത്ര നീളത്തിൽ കിട്ടില്ല, ഉറങ്ങി എണീറ്റ് എപ്പോഴും ഇത്ര നീളത്തിലൊന്നും കിട്ടില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ വിടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നു. ഇവിടെയാണെങ്കിൽ എന്താ പറയുക, മെഷീൻ തെറാപ്പി, ഒഴിച്ചൽ, അങ്ങനെ എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിനിക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സായിട്ടാണ് ഇരിക്കണത്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുകളുണ്ട്. എല്ലാത്തിനും നല്ല ഹെൽപ്പാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുള്ള ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവില്ല. ചുറ്റും നമ്മൾ എന്താ പറയുക, അവിടെ ഇരിക്കുമ്പോൾ നമ്മളേതായ കാര്യങ്ങൾ നമ്മളായിട്ട് പോകും. ഇവിടെയും അങ്ങനെ തന്നെയാണ്, നമ്മുടേതായ കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക തന്നെയാണ്. എന്നാലും അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരൊക്കെ ഉണ്ടാകും. നമ്മൾ ഒറ്റയ്ക്കാണ്. അല്ലെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും, അച്ഛനൊക്കെ അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് അയ്യോ നമ്മൾ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. എന്ത് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ പോയി വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ അടുത്ത് തന്നെയുണ്ട്. നമ്മുടെ പാപ്പി കാലൊക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സുന്ദരി കുട്ടിയായിട്ട്. ഇത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇത് അവളുടെ ഓരോ മാറ്റങ്ങളും നിങ്ങളെ കാണിച്ചു തരണമെന്ന് അത്രയും ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ വീഡിയോസ് എടുത്ത് അതൊക്കെ ഇങ്ങനെ പാട്ടാക്കി വെച്ചിട്ട് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ പാപ്പി നടുവൊക്കെ നിവർത്തി നല്ല രീതിക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ ആടിയൊക്കെ വരാറുണ്ട്. ഇപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ആൾ സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കേണ്ടതൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളും ഒക്കെ തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മളും. എന്തായാലും എല്ലാം നല്ലതിനായിരിക്കും. ഇനിയിപ്പോൾ ഡെയിലി സ്കൂളിലൊക്കെ പോവും. 10 മണിക്ക് ഉറങ്ങി എണീക്കണതിനനുസരിച്ചാണ് നമ്മൾ പാപ്പിയെ കൊണ്ടുവിടുക. അവളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു വിടാൻ നമുക്ക് പറ്റില്ലല്ലോ. അവൾ ചിലപ്പോൾ വൈകിട്ടൊക്കെയാണ് ഉറങ്ങുക. ഒരുപാട് വൈകും, 12 മണി അങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പോൾ അവളേതായ ഉറങ്ങി എണീക്കട്ടെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. എത്ര മണിക്ക് ഉറങ്ങി എണീറ്റോ അതിനനുസരിച്ച് അവളുടെ മൂഡൊക്കെ മാറി അവളെ കുളിപ്പിച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുളിക്കാൻ പ്രശ്നമില്ല. ഉറങ്ങി എണീറ്റതും കൊണ്ടുപോയി കുളിക്കാമെന്ന് പറയും. പക്ഷേ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിൻ്റെതായ അവളുടെ വാശികളൊക്കെ മാറിയ ശേഷം അവൾ ഭക്ഷണമൊക്കെ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് അവളുടെ മൂഡൊന്ന് ശരിയാവട്ടെ എന്നുള്ള രീതിക്ക് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞ് കൊണ്ടുവിടാമല്ലോ. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പാപ്പി എന്നെ വിട്ട് മാറി നിൽക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇവൾ എന്നെ വിട്ട് ഒരു സെക്കൻഡ് പോലും മാറിയിരിക്കാത്ത കുട്ടിയാണ്. അപ്പോൾ വിളിച്ചിട്ട് എന്നെ കാണാതിരുന്ന കാര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കുള്ള അവളുടെ മെൻ്റലി മാറ്റമാണ് എനിക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷം തരുന്നത്. കാരണം വേറൊന്നുമല്ല, കൊണ്ടുപോയി ഇരിക്കുമോ ഇരിക്കില്ല എന്നറിയാത്ത ഒരവസ്ഥയിൽ കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ ദിവസം തന്നെ ഒരു 3 മണിക്കൂറൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കണമായിരുന്നു. കണ്ടില്ല ഒറ്റയ്ക്ക് ഇരിക്കണത്. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇവളെ നടത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉണ്ണി ഇനി നടന്നൊക്കെ പോകണം, വലിയ കുട്ടിയായി, അമ്മയ്ക്ക് എടുത്ത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഉണ്ണി നടന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കാലൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കട്ടെ. ഉറക്കത്തുനിന്ന് ഉറങ്ങി എണീറ്റ് വരുന്ന സീനാണെന്ന് കൂടി ചിന്തിക്കണം നിങ്ങൾ. ഉറങ്ങി എണീറ്റിട്ട് ഇങ്ങനെ നടക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. പക്ഷെ ആളതും ഉൾക്കൊണ്ട് ചെയ്യാൻ തീരുമാനമുണ്ട്. അവളെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവളെ കൊണ്ട് പറ്റുമെന്നുള്ളത് അവളുടെ ഉള്ളിലുള്ളൊരു വിശ്വാസമാണല്ലോ. അപ്പോൾ അത് അവളെ അത്രയ്ക്കും ആഗ്രഹിക്കേണ്ട ഒന്ന് പിടിച്ച് നടക്കാനും പുറത്തൊക്കെ പോകാനും കാഴ്ചകൾ കാണാനും സ്കൂളിൽ പോകാനും കുട്ടികളുടെ ഒപ്പം ഇരിക്കാനും ഒക്കെ അത്രയ്ക്കും ആഗ്രഹിക്കേണ്ട. അപ്പോൾ ആളിങ്ങനെ കുറച്ചൊക്കെ നടന്നപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാനെടുത്ത് ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തി. അതൊക്കെ കഴിഞ്ഞു.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയത് രാവിലെ. പക്ഷേ അവൾക്ക് പുട്ട് ഇഷ്ടമല്ലാതിരുന്നപ്പോൾ കഞ്ഞി നമ്മുടെ അപ്പുറത്തെ അമ്മമ്മ പാപ്പിക്ക് കഞ്ഞി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞിയും ചെറുപയറും പയറുപ്പേരും. അപ്പോൾ കഞ്ഞിയൊക്കെ 2-3 വായൊക്കെ ആദ്യം കഴിച്ചു. അപ്പോൾ അവളുടെ ഈ ഒരു ഉറക്കക്ഷീണം വിടാതെ നമ്മൾ എന്ത് കൊടുത്താലും അവൾ കഴിക്കില്ല. പിന്നെ ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്വഭാവമുണ്ട്. പുറത്തുനിന്ന് ഒരാൾ എന്ത് കഴിക്കാൻ കൊടുത്താലും ആൾ കഴിക്കില്ല. ഇത് നമ്മൾ കൊടുത്ത് അതേ ശീലിച്ചതുകൊണ്ട് സ്കൂളിൽ നമ്മൾ സ്നാക്സും വെള്ളമൊക്കെ ആക്കി കൊടുക്കും. പക്ഷെ ആ സ്നാക്സും വെള്ളവും അതേപടിക്ക് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. പിന്നെ ചേച്ചി ഉള്ളത് കൊണ്ട് ഇതാ പാപ്പീനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു 4-5 ദിവസം പിടിച്ച് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ തന്നെ അടുത്ത് തന്നെ നമുക്ക് നടന്നു പോകേണ്ടത് തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെയാണ് സ്കൂളും. അപ്പോൾ അവിടെ പാപ്പി ഭയങ്കര മിടുക്കി കുട്ടിയായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്. ഇനി ഒരു കുഞ്ഞു ബാഗൊക്കെ വാങ്ങിച്ചിട്ട് തോളിലിട്ടിട്ട് അയച്ചു വിടണം. ഇവിടെ ഇരിക്കുമോ ഇല്ലയെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബാഗൊന്നും വാങ്ങിച്ചില്ല. കയ്യിലുള്ളത് വെച്ചിട്ട് അങ്ങനെ ഇതായതാണ്. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. പാപ്പി മിടുക്കി കുട്ടിയായിട്ട് വരും. പാപ്പി മാത്രമല്ല, ഇതേപോലെയുള്ള മക്കൾ എല്ലാവരും മിടുമിടുക്കിയായിട്ട് വരണം, മിടുക്കന്മാരായിട്ട് വരണം എന്ന് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റ, ബൈ, സി യു.